അഷ്റഫ് താങ്കളുടെ മനസ്സിലുള്ള ആ വ്യക്തിത്വം അദ്ദേഹം ഒരു കേരളക്കാരനാണ്. അദ്ദേഹം കേരളക്കാരനാണ്. ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുള്ള കേരളക്കാരനെയാണ് ഇവിടെ നമ്മുടെ അഷ്റഫ് ഫൈസി അവതരിപ്പിക്കുന്നത്. താങ്കളുടെ മനസ്സിലുള്ള ആ വ്യക്തിത്വം അദ്ദേഹം മതരംഗമാണ് അദ്ദേഹത്തിന്റെ പ്രധാന രംഗം. മതരംഗമാണ് അദ്ദേഹത്തിന്റെ പ്രധാന രംഗം. മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞല്ലേ? ഓക്കെ. മതരംഗം പ്രധാന രംഗമായ ജീവിച്ചിരിപ്പുള്ള ക്വസ്റ്റ്യൻസ് 4 3 അറിയില്ല എനിക്ക്. ജീവിച്ചിരിപ്പുള്ള കേരളക്കാരനായ മതം പ്രധാന രംഗമായ ഒരു വ്യക്തിയെയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. താങ്കളുടെ മനസ്സിലുള്ള ആ വ്യക്തിത്വം അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹം മലപ്പുറം, കോഴിക്കോട് മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലക്കാരനാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഒരു ജില്ലക്കാരനാണ്. അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. സമസ്തയുടെ മുഷാവറാംഗമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏതെങ്കിലും പ്രധാന ഭാരവാഹിത്വങ്ങൾ, സമസ്ത ജമിയത്തുൽ ഉലമ എന്ന മാതൃ സംഘടനയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഇത്തരം പദവികളിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഭാരവാഹിത്വം ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റേറ്റ് തലത്തിൽ ഈ പദവികളിൽ ഏതെങ്കിലും പദവി അദ്ദേഹം വഹിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഈ പദവികളിൽ ഏതെങ്കിലും പദവി വഹിക്കുന്നുണ്ടോ? പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഈ 3 പദവികളിൽ ഏതെങ്കിലും പദവി അദ്ദേഹം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉത്തരം പറഞ്ഞോ? അല്ല, കീഴടക്കമല്ല ഉദ്ദേശിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മാതൃസംഘടനയുടെ ഭാരവാഹിത്വങ്ങൾ നേരത്തെ ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഭാരവാഹിത്വം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്റ്റേറ്റ് ഭാരവാഹിത്വങ്ങളിൽ ഏതെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നു എന്ന ചോദ്യത്തിന് അതേ എന്നാണ് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം അല്ല എന്നത് പറയണം. ഞാൻ നേരത്തെ ചോദിച്ചു, കഴിഞ്ഞ ചോദ്യമായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ 5 തസ്തികകളിൽ ഏതെങ്കിലും ഒരു തസ്തിക അദ്ദേഹം വഹിക്കുന്നുണ്ടോ ചോദ്യത്തിന് യെസ് എന്ന് ഉത്തരം പറയുകയുണ്ടായി. അതങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ, അല്ല? ചോദ്യം മുഹദ് 5-ാമതേ ഉള്ളൂ, ഖന്തക്കിൽ എത്തിയിട്ടില്ല. മുഹദിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിലവിലുള്ളത് എന്നർത്ഥം. അപ്പൊ സമസ്തയുടെ മുഷാവറാണെന്ന് പറയുകയുണ്ടായ വിഷയം സമസ്തയുടെ ഒരു പ്രധാന ഭാരവാഹിത്വം അദ്ദേഹം വഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചോദ്യം, അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളിൽ ഏതെങ്കിലും കീഴ്ഘടകത്തിന്റെ പ്രധാന ഭാരവാഹിത്വം, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹിത്വങ്ങൾ ഏതെങ്കിലും ഒന്ന് വഹിക്കുന്നുണ്ടോ? ഈ 2 പദവികളാണ് ഉദ്ദേശിക്കുന്നത്. സമസ്തയുടെ കീഴിലുള്ള ഏതെങ്കിലും ഉണ്ട്. സുന്നി യുവജന സംഘത്തിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട് അദ്ദേഹം. സുന്നി യുവജന സംഘത്തിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട് അദ്ദേഹം. ഉണ്ട്. ജാമിയ നൂരിയ അറബി കോളേജിന്റെ ഒരു പ്രധാന ആ സ്ഥാപനത്തിന്റെ ഒരു പ്രധാനിയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഉണ്ട്. ചോദ്യം ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. 12:30 ആയിരിക്കുന്നു സമയം. 12:30 അടുത്തിരിക്കുന്നു. ജാമിയ നൂരിയുടെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം. ചോദ്യം ചോദിച്ച് നിർത്തിയേക്കാം.
ഏതായാലും ഞാൻ ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പാളും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേന്ദ്ര മുഷാവറാംഗവും എഴുത്തുകാരനും ഒരുപാട് വിവിധ ഭാഷകൾ അറിയുന്ന ഭാഷാ പണ്ഡിതനും വിവിധ രംഗങ്ങളിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ വൈസ് ചെയർമാനും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ആലിക്കുട്ടി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാനായ ആലിക്കുട്ടി ഉസ്താദാണ് അഷ്റഫ് വൈസി തങ്ങളുടെ മനസ്സിലുള്ളത്. ഒക്കെ വ്യത്യസ്തമായ സെലക്ഷനുമായി വന്നതിന് തങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വളരെ നല്ല എല്ലാ ദിവസങ്ങളിലും പുതിയ പേരുകളുമായി താങ്കൾ കടന്നു വരുന്നതിന് സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളോടൊപ്പം ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ഇന്ന് നമ്മൾ ഒരുപാട് പേരുകൾ ആദ്യം ഇമാം ഗസാലിയിൽ നിന്ന് തുടങ്ങി പിന്നീട് KT ഉസ്താദിലേക്ക് പോയി. ആ രണ്ട് ചോദ്യങ്ങളും ചില ചോദ്യോത്തരങ്ങളിലുണ്ടായ ചില തെറ്റിദ്ധാരണകളോ വ്യക്തതയില്ലായ്മകളോ കൊണ്ട് നമുക്ക് ആ പേരുകളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ആകട്ടെ, ആ രണ്ട് പേരുകളിൽ തുടങ്ങി നമ്മൾ സഞ്ചരിച്ചത് പിന്നെ ആരിലേക്കായിരുന്നു? നമ്മൾ സഞ്ചരിച്ചത് മൂന്നാമതായി ഇവിടെ ആരെയാണ് ഓർമ്മപ്പെടുത്തിയിരുന്നത്? ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനു ശേഷം പിന്നെ ആരെയാണ് പറഞ്ഞിരുന്നതെന്ന്? താക്ക അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ സാമി യൂസുഫ്, പിന്നെയും ആരുണ്ടായിരുന്നു തോന്നുന്നല്ലോ. താക്ക അഹമ്മദ് ഉസ്താദ്, സാമി യൂസുഫ്, അതിനിടയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? പിന്നെ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ്, ഇത്രയുണ്ടായിട്ടുള്ളൂ അല്ലെ? ഓക്കെ. അങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പല ആളുകളെയും നമ്മൾ ഇവിടെ അനുസ്മരിച്ചു. അൽഹംദുലില്ലാഹ്, അതിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു അവരുടെ കബറിടങ്ങൾ വിശാലമായി കൊടുക്കുകയും അവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീനിന് കൂടുതൽ സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പാതിരാവിൽ സമയം വളരെ വൈകിയ അവസരത്തിൽ ഇനിയും കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയോ നിങ്ങളുടെ ബോറടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടുന്ന മറ്റുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മറ്റൊക്കെ ചെയ്യാം. ആരെങ്കിലും മൈക്കിലേക്ക്